കൊടും ക്രിമിനലാണ് അകത്തുണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള സുരക്ഷ എവിടെ ഒരുങ്ങിയിരുന്നില്ലേ എന്ന ചോദ്യം ഉയർന്നു കേൾക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്നു. ഗോവിന്ദച്ചാമിയെ കണ്ണൂരിൽ നിന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ജയിൽ ചാടാൻ ആരുടെയും സഹായമില്ലായിരുന്നു എന്നാണ് ഗോവിന്ദച്ചാമി മൊഴി നൽകിയത്. പക്ഷേ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അർജുൻ കല്യാൺ നമുക്കൊപ്പമുണ്ട്. അവിടെ ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. അർജുൻ കല്യാൺ, പ്രതിഷേധം വിരമ്പുകയാണോ ജയിലിന് മുന്നിൽ? സുജി, അതായത് യുവമോർച്ച പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. സെൻട്രൽ ജയിലിന്റെ പ്രധാന കവാടത്തിന് മുന്നിലുള്ള മതിൽ ചാടിക്കടന്ന് അകത്തേക്ക് കടക്കാനാണ് ഈ പ്രവർത്തകന്മാർ ശ്രമിച്ചത്. അത് വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു മൽപ്പിടുത്തത്തിലേക്കൊക്കെ മാറുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളാണ് പ്രതിഷേധവുമായി ഇവിടത്തേക്ക് എത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടാവുന്നു. യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ ഈ പ്രധാന കവാടത്തിന്റെ ഗേറ്റ് തള്ളി തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതിന് മുന്നോടിയായി തന്നെ, അല്ലെങ്കിൽ മാർച്ച് കടന്നു വന്ന ആ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ മറ്റൊരു വശത്തുകൂടി പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ ഒരു ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഇതിന് മുന്നിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു പ്രവർത്തകൻ ഇതിൻ്റെ ഈ ഗേറ്റ് ചാടി അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഗേറ്റ് വഴി അകത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ പോലീസ് അതിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഇതിൻ്റെ പ്രധാന കവാടത്തിൽ നിന്നും കുത്തിയിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. സുജിയ, നമുക്ക് ഒരു കാര്യം വളരെ പ്രധാനമായും സൂചിപ്പിക്കാം. ഇതിനകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമി ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ആയുധങ്ങൾ, അതുപോലെ തന്നെ അയാൾക്ക് അവിടെ പൂർണ്ണമായും സ്വതന്ത്രമായി വിഹരിക്കാൻ സാധിക്കുന്നു. അർജുൻ, ആ ജയിൽ വളപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കുക അതത്ര എളുപ്പമല്ല. അത് ഗോവിന്ദച്ചാമിയെ പോലെ ഒരു ഒറ്റക്കയ്യൻ സാധിച്ചുവെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെ നടന്നു എന്ന ചോദ്യം അവിടെ ഉയരേണ്ടതാണ്. ഇപ്പോൾ നിൽക്കുന്ന ആ മതിലിൽ നിന്ന് നോക്കൂ, അർജുന് തന്നെ അത് ചാടിക്കടക്കാൻ എത്ര പ്രയാസമായിരിക്കും. അപ്പോഴാണ് ഒരു ഒറ്റക്കയ്യൻ ശരീരഭാരം ക്രമീകരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ അത് ചാടിക്കടന്നിരിക്കുന്നത്. അല്ലേ അർജുൻ? സുജി, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ ജയിലിൻ്റെ ഈ മതിലിനോട് ചേർന്ന് തന്നെയാണ്. എനിക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. അതായത് ഇത് ഏകദേശം ഒരു 3 ആൾ പൊക്കത്തിലെങ്കിലുമുള്ള ഒരു മതിലാണ്. ഈ മതിലാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് ചാടി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഒരാൾക്ക്, അതായത് ഒരു കൈക്ക് പൂർണ്ണമായും തന്നെ സ്വാധീനമില്ലാത്ത ഒരു ഗോവിന്ദച്ചാമി ഈ പറയുന്ന 3 ആൾ പൊക്കത്തിലുള്ള മതിൽ എങ്ങനെ ചാടിക്കടന്നു? അതാണ് ഇപ്പോഴും അവിശ്വസനീയമായി തന്നെ നിൽക്കുന്നത്. ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഗോവിന്ദച്ചാമി ഒരു പിടികിട്ടാ പുള്ളിയാണ്, കൊടും കുറ്റവാളിയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ അത്രയും വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ഇത്രയും വലിയൊരു മതിൽ, 3 ആൾ പൊക്കത്തിലുള്ള ഈ മതിൽ ചാടിക്കടന്നത് എങ്ങനെയെന്നുള്ള ഒരു സംശയം നിൽക്കുകയാണ്. നമുക്ക് ഈ ഗോവിന്ദച്ചാമി ചാടിക്കടന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ ജയിലിൻ്റെ പ്രധാന കവാടം ഇതാണ്. ഇതുവഴി നേരെ കടന്നു കഴിഞ്ഞാൽ സെൻട്രൽ ജയിലിൻ്റെ അകത്തേക്ക് ആളുകൾക്ക് കടക്കാനുള്ള ഒരു ബ്ലോക്കാണ്. ഇപ്പോൾ ഇവിടെ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രധാന കവാടത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ദേശീയപാത. തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിയാണ് സെൻട്രൽ ജയിലിൻ്റെ തൊട്ട് മുന്നിൽ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു വശത്തുകൂടി, അതായത് ഈ സെൻട്രൽ ജയിലിൻ്റെ ഏകദേശം ഒരു 200 മീറ്റർ മാത്രം ദൂരമുള്ള, അതായത് സെൻട്രൽ ജയിലിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 36 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് സെൻട്രൽ ജയിലുണ്ട്, വനിതാ ജയിലുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ സബ് ജയിലുണ്ട്. അങ്ങനെ 36 ഏക്കർ വരുന്ന കൃഷിസ്ഥലം ഉൾപ്പെടെ വരുന്ന 39 ഏക്കർ സ്ഥലമാണ് സെൻട്രൽ ജയിലിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം, അതായത് ജയിലിൻ്റെ ഈ പറയുന്ന സ്ഥലത്ത് സുരക്ഷാ മേഖലയിലെല്ലാം തന്നെ ഇതേപോലുള്ള 3 ആൾ പൊക്കത്തിലുള്ള ഈ മതിലുള്ളതാണ്. ആ മതിൽ ചാടിക്കടന്നാണ് പുറത്തേക്കെത്തിയത് എന്ന് പറയുന്നു. ഇതിൻ്റെ ഏറ്റവും ഒരു എൻഡ് ഭാഗത്ത്, അതായത് ഈ പറയുന്ന സംഭവത്തിൻ്റെ ഒരു എൻഡ് ഭാഗത്താണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് ചാടി എന്ന് പറയപ്പെടുന്ന ആ സ്ഥലമുള്ളത്. അവിടെ നേരത്തെ തന്നെ നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. അതായത് ഒരു പുതപ്പിൻ്റെ ഭാഗം ഉൾപ്പെടെ അവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. സുജിയ, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ആ തൂങ്ങിക്കിടക്കുന്ന
പുതപ്പ് നിൽക്കുന്ന ഭാഗത്തു കൂടിയാണ് ഗോവിന്ദച്ചാമി താഴെ ഭാഗത്തേക്ക് എത്തിയത്. ഈ മതിൽ സുജയ്ക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടാവും. അത്രമാത്രം നീളത്തിലുള്ള ഒരു മതിലാണ്. അതായത് ഈ സെൻട്രൽ ജയിലിന്റെ ഏക്കറുകൾ, അതായത് അവിടെയുള്ള ഫെൻസിംഗ് കമ്പി കൃത്യമായി ആ ജയിലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി എല്ലാം നിരീക്ഷിച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ആ ഫെൻസിംഗ് വെച്ചിട്ടുണ്ട്, ആ ഫെൻസിംഗ് മറികടന്നാണ് ആ പുതപ്പ് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഒരു കയറിൽ ബന്ധിപ്പിച്ച് ഒരു പുതപ്പ് പുറത്തേക്കിട്ട് കൃത്യമായി ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിഞ്ഞിരിക്കുകയാണ്. ആ ഫെൻസിംഗിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല എന്നത് ജയിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ സംഭാഷണത്തിലൂടെ അല്ലെങ്കിൽ കൂടെയുള്ള തടവ് പുള്ളികളുടെ അവരുമായൊക്കെ ഉള്ള സംഭാഷണത്തിൽ നിന്നൊക്കെ കൃത്യമായി ഗോവിന്ദച്ചാമി മനസ്സിലാക്കിയിട്ടുണ്ടാകണം. കാരണം വൈദ്യുത ഫെൻസിംഗ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചാടാൻ സാധിക്കുമായിരുന്നില്ല. 2 കൊല്ലമായി ആ ഫെൻസിംഗിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല. മാത്രമല്ല ഈ കൃത്യമായ പട്രോളിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നോ, അതോ നല്ല മഴയായിരുന്നല്ലോ അർജുൻ കല്യാട്? ഗോവിന്ദച്ചാമിയെ പോലെ തന്നെ എല്ലാവരും പുതച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നോ? കാരണം വിവരമൊക്കെ പുറത്തേക്ക് വരുന്നതിന് മണിക്കൂറുകൾ എടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രാത്രി 1:30 ഈ ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അതിനുശേഷം 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക്, അതായത് ജയിലിൻ്റെ മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഏകദേശം 2-2.5 മണിക്കൂർ സമയം ഈ ജയിലിനകത്ത് തന്നെ സ്വതന്ത്രമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഗോവിന്ദച്ചാമി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് ശേഖരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ നേരെ മറുവശത്ത് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ തെളിവെടുക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം കൂടി നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം ഈ മേഖലയിൽ ഉൾപ്പെടെ വന്ന് തെളിവെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പറയുന്ന വൈദ്യുതി ഫെൻസിങ്ങിൻ്റെ തൊട്ട് താഴെ ഒരു വെള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു കയറിൻ്റെ ഭാഗം കാണാം. അതിന് താഴെയാണ് ഈ പുതപ്പുള്ള ഭാഗമുള്ളത്. അതായത് 1:30 ജയിൽ ചാടി ഈ കയറ് കൊളുത്തി ഡ്രമ്മിന് പുറത്ത് ചവിട്ടി വലിഞ്ഞു കയറി ഈ പുതപ്പ് വഴി താഴേക്ക് ഇറങ്ങി. ആ ഒരു കഥ നമ്മൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഇറങ്ങിയ ഗോവിന്ദച്ചാമിയെ കയ്യിൽ കിട്ടുന്നത് 10:30 അർജുൻ കല്യാട്. അതിനിടയിൽ 9 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 9 മണിക്കൂർ ഗോവിന്ദച്ചാമി പുറത്തായിരുന്നു, അതായത് ജയിലിന് പുറത്തായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് രാത്രിയിൽ തന്നെ ഇറങ്ങിയത് നാട്ടിലേക്ക്, അതായത് ഇവിടെ നിന്ന് നാട് വിടുന്നതിനായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് മോഷണത്തിനായാണ്. വീടുകളായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദച്ചാമി പ്രാഥമിക മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാത്തിനും അയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെത്തി അയാൾ ഒരു ട്രെയിനിൽ കയറിയിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമി പോയ വഴി പിന്നെ എത്ര പോയാലും ഒരു കാര്യവും ഉണ്ടാകില്ല. കാരണം ഒരു കൊടും ക്രിമിനലാണ്. അതിനനുസരിച്ചുള്ള സുരക്ഷ അവിടെ ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമല്ലേ? ഇനി എന്തൊക്കെ ന്യായീകരണം വന്നാലും അർജുൻ. തീർച്ചയായിട്ടും സുജി, ആ പറയുന്ന പുതപ്പ് വഴി പുറത്തേക്ക് ഇറങ്ങിയ ഗോവിന്ദച്ചാമി ഒരുപക്ഷെ ഈ പറയുന്ന റോഡ് പോലെ തന്നെ നമുക്ക് തോന്നുന്ന ഈ ഭാഗത്തുകൂടെ തന്നെ നടന്നു വന്ന് ഇവിടെ നിന്നും ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടതുവശത്തുകൂടി ഈ പറയുന്ന കമ്പി വേലിയൊക്കെയാണ്. ആ കമ്പി വേലി ചാടിക്കടക്കാനുള്ള സാധ്യത എന്തായാലും ഈ പറയുന്ന മതിൽ ചാടിക്കടന്ന ഗോവിന്ദച്ചാമിക്ക് ഈ പറയുന്ന കമ്പി വളരെ നിസ്സാരമായി ചാടിക്കടക്കാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഈ കമ്പി ചാടിക്കടന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വീടുകളാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് തെളിവെടുപ്പ് നടത്തുമ്പോൾ എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയുടെ മാസ്റ്റർ പ്ലാൻ എന്നതാണ് അറിയേണ്ടത്.